സർപ്പക്കാവ് വെട്ടിമാറ്റിയതാണ് പവർ പ്ലാന്റ്. കേരള ഗവൺമെന്റിന്റെ 800 കോടി രൂപ മുടക്കി പണിതിട്ടുള്ള കളമശ്ശേരിയിലെ പവർ പ്ലാന്റ്. ആ പവർ പ്ലാന്റ് കൊയ്യാട്ടുകാവ് എന്ന് പറഞ്ഞ കാവ് ഇടിച്ച് പൊളിച്ച് JCB വെച്ച് മാറ്റിയാണ് വെച്ചത്. നാഗത്തെ എല്ലാവരും ആരാധിച്ചു കൊണ്ടിരുന്നു. നാഗവും മനുഷ്യനും തമ്മിൽ നല്ലൊരു അടുപ്പമുണ്ട്. DGP അലക്സാണ്ടർ സാറ് പറഞ്ഞ മാതിരി പുരുഷ ബീജത്തിൽ സർപ്പമാണ്, അണ്ടത്തിൽ സർപ്പമാണ്. മനുഷ്യ കുട്ടിയുണ്ടായാൽ 3 മാസത്തോളം അത് സർപ്പമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ മനുഷ്യനും സർപ്പവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർപ്പത്തിനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ആചാരപ്രകാരം എല്ലാവരും സർപ്പത്തെ ആരാധിക്കുന്നവരാണ്. അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി, അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വിശ്വം കുത്തുപാറയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമ്മൾ നാഗത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കമൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. സർപ്പങ്ങളെക്കുറിച്ച് ആര് സംസാരിച്ചാലും അത് അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുപാടുള്ളത്. ശരിക്കും എന്താണ് ഒരു നാഗത്തിന് അല്ലെങ്കിൽ നാഗദൈവങ്ങൾക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രസക്തി? നമ്മുടെ നാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പഴയ തറവാടുകളിലും നാഗാരാധന ഉണ്ടായിരുന്നു. നാഗത്തെ എല്ലാവരും ആരാധിച്ചു കൊണ്ടിരുന്നു. നാഗവും മനുഷ്യനും തമ്മിൽ നല്ലൊരു അടുപ്പമുണ്ട്. DGP അലക്സാണ്ടർ സാറ് പറഞ്ഞ മാതിരി പുരുഷ ബീജത്തിൽ സർപ്പമാണ്, അണ്ടത്തിൽ സർപ്പമാണ്. മനുഷ്യ കുട്ടിയുണ്ടായാൽ 3 മാസത്തോളം അത് സർപ്പമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ മനുഷ്യനും സർപ്പവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർപ്പത്തിനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ആചാരപ്രകാരം എല്ലാവരും സർപ്പത്തെ ആരാധിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ സർപ്പക്കാവുകൾക്ക്, കുടുംബങ്ങളോട് ചേർന്നുണ്ടായിരുന്ന സർപ്പക്കാവുകൾക്ക് ഇന്ന് ഒരു ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ അവസരത്തിലാണ് ഇതുപോലൊരു സംഘടന, അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന ഈ സംഘടനയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ? സർപ്പക്കാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇനി കാവുകൾ, മരങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അത് നാഗാരാധനയിലൂടെ മാത്രമേ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് സർപ്പക്കാവുകൾ വളരെ പ്രധാനമാണ്, വെട്ടരുതെന്ന്. ഈ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ഈ കഴിഞ്ഞ ആയില്യം നാളിൽ 19-ാം തീയതി ആയില്യം നാളിൽ സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്. അതിൽ സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അതില്ലെങ്കിൽ മഴയുണ്ടാവില്ല, മഴ തടുത്തു നിർത്തി, കാടുകളാണ് തടുത്തു നിർത്തി മഴ പെയ്യിക്കുന്നത്, ഓക്സിജൻ ഉണ്ടാക്കുന്നത് എന്നെല്ലാമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സർപ്പക്കാവുകളും കാടുകളും പ്രകൃതികളും എല്ലാം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണെങ്കിൽ സർപ്പക്കാവുകളും കാവുകളും വനങ്ങളും എല്ലാം ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്താണ്? നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്പക്കാവുകൾ ഇനി വെട്ടാൻ പാടില്ല. കേരളത്തിലെ സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും വെട്ടാൻ പാടില്ല. സ്ഥലത്തിന് വില കൂടി വരുന്നത് കൊണ്ട്. ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സെൻറ്റിന് 20 ലക്ഷം 30 ലക്ഷം ഉള്ളത് കൊണ്ട് സർപ്പക്കാവുകൾ മാറ്റി അവിടെ വീട് വയ്ക്കുന്നു. വീട് വെച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വീട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെ ഒരു സർപ്പക്കാവ് നശിപ്പിക്കുകയാണെന്ന് വെക്കൂ. അതായത് ഇപ്പോൾ സ്ഥലത്തിൻ്റെ വില പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ വേണ്ടി വിശ്വാസമില്ലാത്ത ഒരാൾ സർപ്പക്കാവ് നശിപ്പിച്ച് അവിടെ താമസിക്കുകയാണെങ്കിൽ അവർക്കതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാവുമോ, ഐശ്വര്യം ഉണ്ടാവുമോ? എങ്ങനെയാണ് അത്? തീർച്ചയായിട്ടും സർപ്പക്കാവ് വെട്ടി മാറ്റി വീട് വെക്കുകയോ, സർപ്പക്കാവിൻ്റെ അടുത്താണുള്ള വില കുറഞ്ഞ സ്ഥലം കിട്ടുന്നത്. കേരളത്തിൽ മുഴുവൻ സർപ്പക്കാവിൻ്റെ താഴെയാണ് വില കുറഞ്ഞ സ്ഥലം കിട്ടുന്നത്. അത് ചില ഈ സർപ്പം വീട് വെച്ച് വിൽക്കുന്ന ആൾക്കാരെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ച്. അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവിടെ വീട് വെച്ച് സർപ്പക്കാവുകൾക്ക് ആസിഡ് അടിച്ച് നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ എറണാകുളം ജില്ലയിലും അതുപോലെ കണ്ണൂർ ജില്ലയിലൊക്കെ കണ്ടുവരുന്നുണ്ടായി. സംസ്ഥാന സെക്രട്ടറിയാണെന്ന് മേഡം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അടുത്ത് താമസിക്കുന്ന ആളുകൾ വളരെ ദയനീയമാണ്. ഞാൻ ശാപമായിട്ടൊന്നും പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ശാപം പോലെ സംസാരിച്ചിരുന്നു. പക്ഷെ വളരെ ദയനീയമാണെന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ കണ്ണുപോയി മരിച്ചു. സർപ്പക്കാവ് വെട്ടിമാറ്റിയതാണ് പവർ പ്ലാന്റ്. കേരള ഗവൺമെന്റിന്റെ 800 കോടി രൂപ മുടക്കി പണിതിട്ടുള്ള കളമശ്ശേരിയിലെ പവർ പ്ലാന്റ്. ആ പവർ പ്ലാന്റ് കൊയ്യാട്ടുകാവ് എന്ന് പറഞ്ഞ കാവ് ഇടിച്ച് പൊളിച്ച് JCB വെച്ച് മാറ്റിയാണ് വെച്ചത്. ആ കൊയ്യാട്ടുകാവ് മാറ്റിയ സ്ഥലത്ത് പവർ പ്ലാന്റ് ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. ഇന്ന് ഇവരും വർക്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് സമരം ചെയ്ത ആളാണ് ഞാൻ ആ കാവിന് വേണ്ടി. പക്ഷെ സമ്മതിച്ചില്ല. കാവ് വെട്ടി പൊളിച്ച് അവിടെ പ്ലാന്റ് പണിതു. ആ പ്ലാന്റ് ഓടിയിട്ടില്ല. 800 കോടി രൂപ കേരള ഗവൺമെൻറ് മുടക്കിയതാണ്. അത് തന്നെയല്ല, വേറെ നമുക്ക് പറഞ്ഞേക്കട്ടെ മേഡം,
FACT പെട്രോ കെമിക്കൽ ഡിവിഷൻ, ആ ഡിവിഷൻ പണിയുന്ന സമയത്ത് ഒരു വലിയൊരു സർപ്പക്കാവ് വെട്ടിമാറ്റിയാണ് ആ പ്ലാന്റ് പണിതത്. ആ പ്ലാന്റ് ഇടക്കിടക്ക് നിന്ന് പോവും, പ്രശ്നങ്ങളാവും. അവിടുത്തെ ED-മാരെല്ലാവരും കൂടി മഹാദേവ അയ്യരെ പോയി പ്രശ്നാരിനെ കണ്ടു. ആ പ്രശ്നാരി പറഞ്ഞത്, നിങ്ങൾ സർപ്പക്കാവ് ഒളിച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾ പ്രതിവിധി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിന് വലിയൊരു പ്രതിവിധി FACT കമ്പനി നടത്തിയിട്ടുണ്ട്. അതിനെ എനിക്കറിയാം, ഞാൻ അതുപോലെ അവിടെ ജോലിയായിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഒരുപാട് പേരുടെ കണ്ണ് പോയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കുട്ടികളില്ലാണ്ടായിട്ടുണ്ട്, ഒരുപാട് പേർക്ക് കല്യാണം നടന്നിട്ടില്ല, ഒരുപാട് പേർക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്, ത്വക്ക് രോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേരെ കണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ ആകമാനം സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ സർപ്പക്കാവുകളെ മോശമാക്കിയാൽ ഇങ്ങനെ സംഭവിക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആരാധനയും ദൈവവുമായി ഹിന്ദു വിശ്വാസത്തിലുള്ള നാഗങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് നാഗങ്ങളെ വിശ്വസിക്കുന്ന ഹൈന്ദവർക്കിടയിൽ ഈ ഒരു സർക്കുലറിനെ കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സർപ്പക്കാവും ഒന്നിനു വേണ്ടിയും വെട്ടി നശിപ്പിക്കാതിരിക്കുക എന്നൊരു സന്ദേശം കൊടുക്കേണ്ടതായിട്ടുണ്ട്. സർപ്പക്കാവ് ഇന്നിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാർബോറണ്ടം കമ്പനി യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ കളമശ്ശേരി വലിയൊരു കമ്പനിയുണ്ട്. കേരളത്തിൽ ആകമാനം കമ്പനിയുള്ള ഒരാളാണ്. ആ കമ്പനിയുടെ അകത്ത് സർപ്പക്കാവുണ്ട്. എല്ലാ ആയില്യമാസത്തിലും അവിടെ പൂജയുണ്ട്. അതുപോലെ തന്നെ സർപ്പാരാധന നടത്തുന്ന വീടുകളിൽ വളരെ വളരെ നല്ലതായിട്ടാണ് ഇത് പോകുന്നത്. എത്രയോ കുടുംബങ്ങളിൽ. ഇപ്പോൾ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത്, ഞാൻ ഏത് ജാതിക്കാരാണെന്ന് പറയുന്നില്ല, പാലാൽ ഇട്ടൂപ്പ് സാറിൻ്റെ വീട്ടിൽ സർപ്പക്കാവ് വെച്ച് ആരാധിക്കുന്നുണ്ട്. നിരവധി മുസ്ലിംസിൻ്റെ വീട്ടിൽ സർപ്പക്കാവ് വെച്ച് ആരാധിക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ വീട്ടിൽ സർപ്പക്കാവ് വെച്ച് ആരാധിക്കുന്നുണ്ട്. ക്രൈസ്തവ ഇതിൽ തന്നെ സർപ്പമാണ് ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സർപ്പങ്ങളെ വെച്ച് ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ നല്ല കാര്യങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ പ്രകാരം ഇനി ഒരു സർപ്പക്കാവും നശിപ്പിക്കാൻ പാടില്ല എന്നത് ജനം മനസ്സിലാക്കുകയും ഇന്നത്തെ ഗവൺമെൻറ്റിന് അത് ഒരു സർപ്പക്കാവ് നശിപ്പിക്കുകയാണെങ്കിൽ അതിനെ ക്രിമിനൽ കുറ്റമായി അവരുടെ പേരിൽ കേസെടുക്കുകയും വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കും. ഇപ്പം തീർച്ചയായിട്ടും സർപ്പക്കാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയും, കേസിനെ കുറിച്ച് നിരവധി കേസ് ഹൈക്കോടതിയിലുണ്ട്. 8-9 കേസുകൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. സ്വന്തം ചെലവിലും അല്ലാത്ത പേരിലും കാവ് സംരക്ഷിക്കാൻ വേണ്ടി കേരളം മുഴുവൻ ഓടി നടന്ന കേസ്, നീണ്ടൂർ കോട്ടയത്തൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ റെക്കോർഡും മേഡത്തിന് കാട്ടിത്തരാം ഞാൻ. അതുപോലെ തന്നെ കണ്ണൂര്, അതുപോലെ പല സ്ഥലങ്ങളിലും കേസ് കൊടുത്തിട്ടുണ്ട്. കാവിന് വേണ്ടിയാണ്. ഇപ്പം തന്നെ ഇവിടെ റോഡ് എടുക്കാൻ പോയി തൃപ്പൂണിത്തുറ ഭാഗത്ത്, അതിന് ഓടിച്ചെന്ന് അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം കൊടുത്തു. ആ കാവിൻ്റെ ആ റോഡ് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. അങ്ങനെ പല കാര്യങ്ങളും കാവിന് വേണ്ടി കേരളത്തിൽ ഓടി നടന്ന് മാറ്റുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞാൽ പോരാ, മറ്റുള്ളവർ പറയും വേണം, ഒന്ന് അന്വേഷിച്ചാൽ മതി. അതുപോലെ തന്നെ കാവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഞാൻ ഓടിച്ചെല്ലും. കേരളത്തിൽ എവിടെയെങ്കിലും സർപ്പക്കാവുകൾ അവകാശ തർക്കം കൊണ്ട് മാറ്റുകയാണെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞാൽ ആ സ്ഥലത്ത് ഞാൻ എത്തിയിരിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കാവുകളെ മാറ്റാൻ ഇനി സമ്മതിക്കില്ല. വലിയ പ്രശ്നങ്ങളുണ്ടാവും. കാവുകൾ ഒരു അവകാശ തർക്കം മൂലം കാവുകളെ മാറ്റാൻ സമ്മതിക്കില്ല, അത് മാറ്റിയിടാൻ സമ്മതിക്കും. കാവുകൾ അത്രയും സ്ഥലം മാറ്റിയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കും. കഴിഞ്ഞ ആഴ്ച കർമ്മ ന്യൂസിലൂടെ നമ്മളൊരു കാവ് നശിപ്പിക്കുന്നതിനെക്കുറിച്ച്, ഒരു നാട്ടുകാരുടെ വേദനയെക്കുറിച്ച് പങ്കുവച്ചിരുന്നു. പ്രേക്ഷകർക്കത് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ ശ്രീ വിശ്വം കുത്തുപാറ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും ഒരു കാവ് നശിപ്പിക്കുന്നതായോ മറ്റോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം. അദ്ദേഹം കാവുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ്. എവിടെയായാലും അദ്ദേഹം അവിടെ എത്തുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കാരണം ഒരു കാവ് പോലും നശിപ്പിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ഉറപ്പിച്ച് ഇത് പറയുന്നത്. ഒരു കാവ് നശിപ്പിക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയിക്കാൻ ശ്രമിക്കുക. കാവുകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, കേരളത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കാവുകൾ എന്നും അതിൻ്റെ മൂല്യത്തോടെ, അതിൻ്റെ ആ ഒരു ഭദ്രതയോടെ നിലകൊള്ളട്ടെ.